ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഗെയിൻ്റെ സെഷനായിരുന്നു നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. 17,363 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 17,464 വരെ ഹൈ പോയി, തുടർന്ന് 17,449 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. റിലയൻസ്, ഭാരത് പെട്രോളിയം, ഏഷ്യൻ പെയിൻറ്റ്സ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ആക്സിസ് ബാങ്ക് ഇവരായിരുന്നു നിഫ്റ്റിയിൽ ടോപ്പ് പെർഫോമറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പോടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഏഷ്യൻ മാർക്കറ്റിൻ്റെ ട്രെൻഡിനെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട്. പിന്നീട് നല്ലൊരു ഗെയിൻ്റെ സെഷനായിരുന്നു നിഫ്റ്റിയിൽ നിലനിന്നത്. ഇനി ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷായിട്ടുള്ള ഒരു ക്യാൻഡിലാണ് കാണാനുള്ളത്. ഇനി ഈ ഒരു ഗെയിൻ്റെ കാരണങ്ങൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു പോയിന്റ് കോൺട്രിബ്യൂഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. റിലയൻസ് ആണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതായത് ഇന്ന് ഏകദേശം 171 പോയിൻറ്റ്സിൻ്റെ ഒരു ഗെയിൻ ആയിരുന്നു നിഫ്റ്റി 50 ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 106 പോയിൻറ്റ്സിലധികം 106.28 പോയിൻറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തത് റിലയൻസ് ആണ്. അപ്പോൾ ആ ഒരു റിലയൻസ് മാത്രമാണ് നല്ലൊരു ഗെയിൻ കൊടുക്കാനായിട്ട് നിഫ്റ്റിയിൽ നിലനിന്നത്. അപ്പോൾ അതിന് പ്രധാന കാരണം റിലയൻസിൽ വന്ന കുറേ പോസിറ്റീവ് ന്യൂസുകളായിരുന്നു. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ടും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണം ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് വീക്കിലി എക്സ്പയറി ആണ് ഓപ്ഷൻസിൻ്റെ. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ മാർക്കറ്റിൽ നല്ലൊരു അപ് ട്രെൻഡ് നിലനിന്നത്. ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു 17,450 മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, അതിന് മുകളിലൊന്ന് വരും ദിവസങ്ങളിൽ മാർക്കറ്റ് നിലനിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷായിട്ടുള്ളൊരു റാലിക്കുള്ളൊരു സാധ്യതകൾ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അതല്ലാതെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഡൗൺ ട്രെൻഡ് തുടരാനോ അല്ലെങ്കിൽ നിഫ്റ്റിയുള്ള സാധ്യതകളായിരിക്കും ഇനി മാർക്കറ്റിൽ നിലനിൽക്കുക. ഇനി അടുത്തതായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻഡിസിസീവ് ആയിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അടുത്തൊരു ഡയറക്ഷൻ നമുക്ക് തരുന്നില്ല ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ ഒന്ന് വാച്ച് ചെയ്യുക ഈ അടുത്ത ദിവസത്തെ ഒരു ബാങ്ക് നിഫ്റ്റിയിലെ ഒരു ലെവലുകളൊക്കെ. ഏകദേശം 22,684 മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു റിവേഴ്സലിനുള്ള സാധ്യതകൾ ബാങ്ക് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. അതല്ല 22,270 താഴേക്ക് പോവുകയാണ്, 40 താഴേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു ഡൗൺ ട്രെൻഡ് തുടരാനുള്ള സാധ്യതകളാണ് ബാങ്ക് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത്. ഇനി അടുത്തൊരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ US മാർക്കറ്റിൽ ഇന്നലെ പോസിറ്റീവ് സെഷനായിരുന്നു ഉണ്ടായിരുന്നത്. നാസ്ഡാക്കിൽ 293 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ആയിരുന്നു ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എല്ലായിടത്തും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കണ്ടുവരുന്നത്. നെഗറ്റീവ് ഒരു മിക്സഡ് ആയിട്ടുള്ള ട്രെൻഡ് കാണുന്നു. ഇന്ന് നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ ഇന്ന് പോളിസി മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളായിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ യൂറോപ്യൻ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യാനായിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ SG50 പയ്യെ നെഗറ്റീവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 20 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് ആകുന്നത്. ഏഷ്യൻ മാർക്കറ്റ് മുഴുവനെ നോക്കുകയാണെങ്കിലും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. നമ്മൾക്ക് വരുന്ന ലെവലുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യ ചൈന ടെൻഷൻസും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൊറോണ കേസസ് നോക്കുകയാണെങ്കിൽ വീണ്ടും വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. അതുമാത്രമല്ല കൊറോണയുടെ വാക്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നെഗറ്റീവ് ന്യൂസുകളും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒന്ന് കോഷ്യസ് ആയിട്ട് ട്രേഡുകൾ എടുക്കുന്നത് അല്ലെങ്കിൽ പൊസിഷൻസ് എടുക്കുന്നതൊക്കെ ആയിരിക്കും നന്നായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ന്യൂസുകളെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്തായിട്ട് രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ ഇന്നൊരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിൻ ഉണ്ടായിരുന്നു ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട്. 73.46 ഇന്ന് രൂപയുടെ മൂല്യം ട്രേഡ് ആയത്. അടുത്തായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് നോക്കുമ്പോൾ FIIൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ 959 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 263 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലും ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നു. ഇനി അടുത്തായിട്ട് കുറച്ച് സ്റ്റോക്കുകളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ബുള്ളിഷായിട്ടുള്ളൊരു റിവേഴ്സലാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു റാലി ഈ ഒരു സ്റ്റോക്കിൽ തുടരുകയാണെങ്കിൽ നമ്മൾക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കുന്നത് 712 രൂപ ലെവലിലാണ് ഒരു റെസിസ്റ്റൻസ് നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനൊന്ന് കൺസിഡർ ചെയ്യുക. നിങ്ങളൊന്ന് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കണ്ടെത്തുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക. അതുപോലെ തന്നെ പവർ ഗ്രിഡിൻ്റെ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലും ഒരു ബുള്ളിഷായിട്ടുള്ളൊരു ക്യാൻഡിലാണ് പ്ലോട്ട് ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡോജി പാറ്റേൺ, അതിനുശേഷം ഒരു ബുള്ളിഷായിട്ടുള്ളൊരു ക്യാൻഡിൽ ഇന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 178 മുകളിൽ വരും ദിവസങ്ങളിൽ നമുക്കൊരു ഓപ്പണിംഗ് കിട്ടിയാൽ ഈ ഒരു അപ് ട്രെൻഡ് തുടരാനുള്ള ഒരു സാധ്യതകൾ നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് 190, 189, 190 റേഞ്ചുകളിലാണ് അടുത്തൊരു റെസിസ്റ്റൻസ് ആയിട്ട് കാണാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഷോർട്ട് ടൈമിൽ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിനുള്ളൊരു പോസിബിലിറ്റി പവർ ഗ്രിഡിൽ കണ്ടെത്താൻ സാധിക്കും. അടുത്തായിട്ട് ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിനും നല്ലൊരു ബുള്ളിഷായിട്ടുള്ളൊരു ക്യാൻഡിലാണ് ഇന്ന് പ്ലോട്ട് ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു ഡോജി പാറ്റേണിന് ശേഷം ഒരു ബുള്ളിഷായിട്ടുള്ളൊരു ക്യാൻഡിൽ കാണുന്നു. അപ്പോൾ വരും ദിവസങ്ങളിലൊരു 434 മുകളിൽ ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെയും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു സ്റ്റോക്കും ഒന്ന് വാച്ച് ചെയ്യുക. ഇതിലും ഒരു ബുള്ളിഷായിട്ടുള്ളൊരു റിവേഴ്സൽസ് കണ്ടുവരുന്നുണ്ട്.
അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ഈ ഒരു ചാർട്ടിലും കിട്ടുകയാണെങ്കിൽ, വരും ദിവസങ്ങളിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഏകദേശം ഒരു 84 മുകളിൽ ഒരു ഓപ്പണിംഗ് നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിനെയും ഒരു ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റാലിസ് ഇന്ത്യ, ഈ ഒരു സ്റ്റോക്കിലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽസാണ് കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക, വരും ദിവസങ്ങളിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് നിലനിൽക്കുന്നത് 320 രൂപ, അതുപോലെ തന്നെ 340 റേഞ്ചുകളിലാണ് അടുത്ത റെസിസ്റ്റൻസ് ലെവലുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്കൊരു കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. അടുത്തായിട്ട് ശ്രീറാം ട്രാൻസ്പോർട്ട് നമ്മളിതിനെ അനലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് സോണുകളിലായിരുന്നു ഇന്നലെ നിന്നിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇന്ന് ആ ഒരു സ്റ്റോക്ക് ആ ഒരു സപ്പോർട്ട് സോണിനെ വീണ്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഡൗൺ ട്രെൻഡ് തുടരാനുള്ള സാധ്യതകളാണ് ശ്രീറാം ട്രാൻസ്പോർട്ട്സിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു എൻട്രി കൊടുക്കുന്നതൊക്കെ ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യുന്നത്, നമുക്കൊരു കൺഫർമേഷൻ ആയതിനു ശേഷം കൊടുക്കുന്നതായിരിക്കും സേഫ് ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ HCL ടെക്നോളജീസിൻ്റെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഡെയിലി ചാർട്ടിൽ നമ്മൾ ഒരു പ്രീവിയസ് ഹൈഡ് അടുത്തൊക്കെ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലിനുള്ള സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. കൺഫർമേഷൻ ഇല്ല, എന്നിരുന്നാലും ഒരു സൂചനകൾ നമുക്ക് തരുന്നു. അപ്പോൾ ഇത് നമുക്കൊരു റിവേഴ്സലിൻ്റെ കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി കൊടുക്കുന്നത് നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ ക്രിസിൽ ഇന്ത്യയുടെ GDP എസ്റ്റിമേറ്റിനെ വീണ്ടും റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് അവർ -5% ആയിരിക്കും ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ അത് വീണ്ടും അവർ -9% ആയിട്ട് അത് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനു മുമ്പ് കണ്ട ന്യൂസുകളായിരുന്നു റിലയൻസിൻ്റെ റീറ്റെയിൽ സെക്ഷനിൽ ആമസോൺ സ്റ്റേക്ക് എടുക്കാനുള്ളൊരു ന്യൂസുകളൊക്കെ. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം റിലയൻസ് ഇപ്പം ഏകദേശം $20 ബില്യൺ വർത്ത് ചെയ്യുന്ന സ്റ്റേക്കുകൾ ആമസോണിന് വിൽക്കാൻ തയ്യാറാണെന്ന രീതിയിലൊരു അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം 40% സ്റ്റേക്ക് വരെ ആമസോണിന് വിൽക്കാൻ റെഡിയാണെന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു ഇത് നടന്നു കഴിഞ്ഞാൽ ഇത് റിലയൻസ് നല്ലൊരു പോസിറ്റീവ് ന്യൂസായിട്ട് പിന്നെയും മാറാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസുകളായിരുന്നു ഇന്നും റിലയൻസിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതുപോലത്തെ റീറ്റെയിൽ സെക്ഷനിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ കാണുന്നു. അപ്പോൾ അത് റിലയൻസ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇൻഡെക്സിൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുത്ത സ്റ്റോക്കും ഇവരായിരുന്നു. അടുത്തായിട്ട് ദിലീപ് ബിൽഡ്കോണിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏകദേശം 1905 കോടി വർത്ത് ചെയ്യുന്ന പ്രോജക്റ്റ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വിൻ ചെയ്തു എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ICICI prudentialനെ സംബന്ധിച്ചിടത്തോളം അവർ NSDL പേയ്മെൻറ്റ് ബാങ്കുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതായത് NSDL പേയ്മെൻറ്റ് ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിന് ICICI prudentialൻ്റെ ലൈഫ് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷനുമായിട്ട്. അടുത്തതായിട്ട് മാരുതി സുസുക്കിയിലേക്ക് നോക്കുമ്പോൾ സുസുക്കി മോട്ടോഴ്സ് അവർ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് മാരുതി സുസുക്കിയിൽ. ഇപ്പോൾ അവരുടെ കറണ്ട് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 56.37% ഉയർന്നിരിക്കുന്നു. ഇതിനു മുമ്പ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാർച്ചിലും ഇവർ ഒരു സ്റ്റേക്ക് ഇൻക്രീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു മാരുതി സുസുക്കി ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് മാറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഏർണിംഗ്സ് റിലീസ് വന്ന കമ്പനികൾ നോക്കുമ്പോൾ Indiabulls വെഞ്ചേഴ്സിൻ്റെ Q1 റിസൾട്ട്സിൽ റവന്യൂവിൽ 45% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 81% ഡിക്ലൈനുമാണ് കാണിച്ചിരിക്കുന്നത്. ഗ്രോസ് NPL ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട് അവർക്ക്. നെറ്റ് NPL എന്നിരുന്നാലും ചെറിയൊരു കുറവ് വന്നതായിട്ടും അപ്ഡേറ്റുകളിൽ പറയുന്നു. അടുത്തായിട്ട് സിൻജിൻ ഇൻ്റർനാഷണലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഹൈ മീഡിയ ലബോറട്ടറീസുമായിട്ടുള്ള ഒരു കൊളാബറേഷനിൽ COVID-19 ഒരു ടെസ്റ്റ് കിറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, എലീസ എന്ന പേരിൽ. അപ്പോൾ അതിനുള്ള ഒരു അപ്രൂവൽ ICMRൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഹൈ മീഡിയ CDSCOൻ്റെ ഭാഗത്തു നിന്ന് ഇതിനുള്ളൊരു അപ്രൂവൽ, ഇനി ഡിസ്ട്രിബ്യൂഷനുള്ളൊരു അപ്രൂവലൊക്കെ സീക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ ഒരു കിറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് Indiabulls ഹൗസിംഗ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ UK-യിലുള്ളൊരു സബ്സിഡറി ഓക്ക് നോർത്ത് ബാങ്കിൻ്റെ സ്റ്റേക്സ് അവർ വിൽക്കാൻ പോകുന്നു. ഏകദേശം 500 കോടി വർത്ത് ചെയ്യുന്ന സ്റ്റേക്കുകളാണ് ഇപ്പോൾ അവർ വിൽക്കാൻ പോകുന്നത്. അഡീഷണലായിട്ട് ഏകദേശം 1000 കോടി വർത്ത് ചെയ്യുന്ന സ്റ്റേക്കുകൾ അവർ ഉടനെ തന്നെ വിൽക്കും എന്ന രീതിയിലും അപ്ഡേറ്റുകളിൽ പറയുന്നു. അടുത്തായിട്ട് ഹെൽത്ത് കെയർ ഗ്ലോബലിൽ പ്രൊമോട്ടേഴ്സ് അവർ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2.6 കോടി ഷെയർസാണ് അക്വയർ ചെയ്തിരിക്കുന്നത്. ഇത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിൽ നിന്ന് വാച്ച് ചെയ്യുക. ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് സേഫ് ആയിട്ടുണ്ടാവുക. നമ്മൾക്ക് ഏകദേശം ഒരു കൺഫർമേഷൻ കിട്ടുന്നവരെങ്കിലും ഒന്ന് സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡാറ്റകളൊക്കെ വെച്ച് നിങ്ങളും അനാലിസിസ് നടത്തുക. തുടർന്നുള്ള ഒരു ഡിസിഷനിലേക്ക് പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും അപ്ഡേറ്റുകൾ കമൻറ്റ് വഴിയായിട്ടൊക്കെ അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.